ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 34, തിരുവചനം 1 മുതൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പനകളെ ചെത്തിയെടുക്കുക. നീ ഉടച്ച് കളഞ്ഞ പലകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിധനാകണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത്. മലയിലെന്നും ആരും ഉണ്ടായിരിക്കുകയും വരുത്. മലയുടെ അടുത്തെന്നും ആടുകളോ മാടുകളോ മെയ്യരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പനകൾ മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പനകൾ കയ്യിലെടുത്ത് സീനായ മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലംപറ്റ കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, എന്നെ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുശ്ശാഠ്യക്കാരാണെങ്കിലും അന്ന് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വായിച്ചിട്ട തിരുവചനം ദൈവം മോശയോട് നടത്തുന്ന വളരെ മനോഹരമായ ഒരു സംഭാഷണമാണ്. ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ദൈവം ഇത് മോശയോട് പറയുന്നത്? അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന മധ്യേ സീനായ് മല താഴ്വാരയിലെത്തിയപ്പോൾ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. ഈ 10 കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മോശ മലമുകളിലേക്ക് കയറി. മോശ വരാൻ വൈകിയ സമയത്ത് ഇസ്രായേൽ ജനം അഹ്റോനോട് നിർബന്ധിച്ച് അവസാനം അവർ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയാണ്. ഈ അവസരത്തിൽ, ഈ വിഗ്രഹ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മോശ 10 കൽപ്പനയുമായി താഴേക്ക് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ വിഗ്രഹ ആരാധന കണ്ട മോശ കോപത്താൽ ആ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെയും അതോടൊപ്പം തന്നെ ദൈവം മോശനെ ഏൽപ്പിച്ച ആ 10 കൽപ്പനകൾ എഴുതിയിരുന്ന പലരെയും അവൻ തല്ലി ഒടിച്ച് കളയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മോശ പിന്നീടൊന്നും ചിന്തിക്കാതെ, ഇതിന് ശേഷമുള്ള എന്തായിരിക്കും വരാൻ പോകുന്നത് അതൊന്നും ചിന്തിക്കാതെ, ആ ദ്വേഷ്യത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകാൻ വേണ്ടി കൊടുത്ത ആ 10 കൽപ്പനയും അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്ത തെറ്റിൻ്റെ ഫലമായി നിർബന്ധിതമായ ആ സ്വർണ്ണയുടെ കാളക്കുട്ടിയും അവൻ നശിപ്പിച്ചു കളയുകയാണ്. ഈ സംഭവത്തിന് എല്ലാം ശേഷം മോശയുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉദിച്ചു കാണും. ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം അതേ ഇസ്രായേൽ ജനത്തിന് നൽകുവാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ആ 10 കൽപ്പനയാണല്ലോ ഞാൻ നശിപ്പിച്ചു കളഞ്ഞത്. ഇനി ഞാൻ എന്തായിരിക്കും ആ ഇസ്രായേൽ ജനത്തിന് കൈമാറുക? ദൈവത്തിൻ്റെ നിയമമാണനുസരിച്ച് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തിന് നൽകാൻ ദൈവം എന്നെ ഏൽപ്പിച്ച കൽപ്പനകൾ ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന ചിന്തയുമായി മോശ മുന്നോട്ട് പോകുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം. ആ അവസരത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്,
ദൈവമേ അവരുടെ തെറ്റ് നീ ക്ഷമിക്കണമേ, നീ അവർക്ക് പകരം വേണം എന്നെ നീ വേണേ ശിക്ഷിച്ചോ. ഇതെല്ലാം മോശ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ തെറ്റിന് നിന്നെ ശിക്ഷിക്കുന്നില്ല, അവരുടെ തെറ്റുകളുടെ ഫലം അവർ തന്നെ അനുഭവിക്കും. വീണ്ടും മോശയുടെ മനസ്സിലുള്ള ചോദ്യം, ഞാൻ എന്താണ് ഇനി ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് നൽകുക ദൈവത്തിന് കൽപ്പനയായിട്ട്, ദൈവത്തിന് നിയമമായിട്ട് ഞാൻ എന്താണ് അവർക്ക് കൊടുക്കുക? ഈ ഒരു വലിയ ചോദ്യം മോശയുടെ മനസ്സിൽ ഉദിച്ചു. വീണ്ടും മോശ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ വീണ്ടും ആ കൽപ്പനകൾ എനിക്ക് നീ തരണമേ എന്ന്. ആ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായി ദൈവം മോശയ്ക്ക് വീണ്ടും ആ കൽപ്പനകൾ കൊടുക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ദൈവം മോശയോട് പറയാണ്, ഞാൻ കേട്ടത് വീണ്ടും തരാം, പക്ഷെ തരുന്നതിന് വേണ്ടിയിട്ട്, അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് എഴുതിയെടുക്കുവാൻ നീ 2 കൽപ്പനകൾ ചെത്തിയെടുത്തുകൊണ്ട് വരണം. വീണ്ടും ദൈവം പറയുകയാണ്, അത് എടുത്തുകൊണ്ട് നീ വരുമ്പോൾ, ആ പലരെയുമായി നീ സീനായ മലമുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു ശല്യവും ഉണ്ടായിട്ടൂടാ, അവിടെ വേറെ ആരും ഉണ്ടായിട്ടൂടാ, ഞാനും നീ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അവിടെ ഒരു കാളയോ ആടോമ്മയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രിയ സഹോദരൻ, അതിരാവിലെ തന്നെ മോശ സീനായ മലമുകളിലേക്ക് കയറി കൽപ്പന എഴുതിയെടുക്കുവാൻ വേണ്ടി പലകയുമായിട്ട് മോശ മലമുകളിലേക്ക് കയറി. ആ അവസരത്തിൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവ് മേഘത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് കർത്താവ് എന്ന തന്റെ നാമം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം, ആ ദൈവം മോശയുടെ മുമ്പിൽ തനിക്ക് ഒരു പുതിയ പേര് കൊടുത്താണ് കർത്താവ് എന്ന പേര്. നമുക്കറിയാം, പിതാവായ ദൈവം മോശയെ ഈ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് വേണ്ടി കത്തിയിരുന്ന് മുൾപ്പടർപ്പിന് മുമ്പിൽ നിന്നോട് വിളിച്ചപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരാണെന്നാണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു. എന്നാൽ ഇവിടെ രണ്ടാമത് ആ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മോശ സീനായി മലമുകളിലേക്ക് കയറിയ അവസരത്തിൽ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മോശയോട് പറയാണ് കർത്താവ് എന്ന പേര്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ തോമാസ് ലീഹായെ പറ്റി. അവൻ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന വ്യക്തിയായിരുന്നു. തോമാസ് ലീഹ പറഞ്ഞതാണ്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഇതെല്ലാം പറഞ്ഞ തോമാസ് ലീഹ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ആ അവസരത്തിൽ ഉദ്ധിനായ ഈശോ രണ്ടാമതും ശിഷ്യന്മാർക്ക് പ്രതിഷ്ഠപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നു. തോമാസ് ലീഹയുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈശോ തോമാസ് ലീഹയെ വിളിച്ചു. തോമാസിനോട് ഈശോ പറഞ്ഞു, എൻ്റെ കൈകളിലും കാലിലും കാണുക, എന്നിട്ട് കൈകൾ എൻ്റെ പാർശ്വത്തിൽ വെക്കുക എന്ന് പറഞ്ഞ അവസരത്തിൽ തോമാസ് ലീഹ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് തോമാസിനോട് കൈകൾ അവൻ്റെ പാർശ്വത്തിൽ വെച്ചുകൊണ്ട് തോമാസ് ലീഹ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിതാവായ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ കർത്താവാണ്. ഇവിടെ ആ പിതാവായ ദൈവത്തിൻ്റെ പുത്രന ഈശോ ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായി മഹത്വപ്പെട്ടതിന് ശേഷം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ അപ്പോസ്തലനെ തോമാസ് ലീഹ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. അതായത് പിതാവിൻ്റെ തനി സ്വഭാവമാണ്, പിതാവിനെയാണ് പുത്രൻ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന വസ്തുത ഇവിടെ തോമാസ് ലീഹ നമ്മുടെ മുമ്പാകെ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് വീണ്ടും തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. മോശയുടെ മുമ്പിലേക്ക് പിതാവായ ദൈവം വന്നു, തൻ്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് മോശയുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ആ സമയങ്ങളിൽ മോശയോട് ദൈവത്തിൻ്റെ തനി സ്വഭാവം, ദൈവം എന്താണ് ഇസ്രായേൽ ജനത്തോട് ചെയ്യുവാൻ പോരുന്നത്, ദൈവം എന്താണ് താൻ തിരഞ്ഞെടുത്ത ജനത്തോട് ചെയ്യാൻ പോരുന്നത്, തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട് ദൈവം എപ്രകാരമാണ് പെരുമാറുവാൻ പോകുന്നത് എന്ന വസ്തുത വളരെ വസ്തുനിഷ്ഠമായി അവിടെ മോശയുടെ മുമ്പിൽ ദൈവം പ്രഖ്യാപിക്കുകയാണ്. പിതാവായ ദൈവം ഏറ്റവും ആദ്യം മോശയോട് പറയുകയാണ്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം. ദൈവം കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം. ഏറ്റവും ആദ്യത്തെ പദം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം ഉദ്ഘോഷിക്കുകയാണ്, ദൈവം കാരുണ്യവാനാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ കാരുണ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് കരുണ എന്ന പദം, അല്ലെ ദയ, അല്ലെ അനുകമ്പ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ സുവിശേഷത്തിൽ താഴെ മറിച്ച് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും.
ഈശോ തന്റെ പരിസര ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ വളരെ ദിവസങ്ങളായിട്ട് ഈശോ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരുടെ വിശപ്പ് കണ്ടപ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരുടെ വിശപ്പ് കണ്ടപ്പോൾ, അവരുടെ ശാരീരിക തളർച്ച കണ്ടപ്പോൾ ഈശോ അവരുടെ മേൽ അനുകമ്പ തോന്നുകയാണ്. അതായത് കരുണ അല്ല ദയ എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഈശോയുടെ ഹൃദയവും വേദനിക്കുകയാണ്. പിതാവായ ദൈവം മോശേനെ ഈജിപ്തിൽ വിടുന്നതിന് വേണ്ടി വിളിച്ച സമയത്ത് കത്തിയിൽ നിന്ന് മുൾപ്പടപ്പിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവവും മോശയുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ പിതാവായ ദൈവം മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനമായ ഇസ്രായേലിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീരിന് മുമ്പിൽ, ഇസ്രായേൽ ജനത്തിന്റെ വേദനയുടെ നിലവിളിക്ക് മുമ്പിൽ ദൈവത്തിന് കണ്ണടച്ചിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ദൈവം കാരുണ്യവാനാണ്. ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 34 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നെടുവീർപ്പുകളും, നമ്മുടെ ഹൃദയം ഓരോ നിമിഷം നുറുങ്ങുമ്പോഴും, നമ്മുടെ മനസ്സും ശരീരവും ഓരോ പ്രാവശ്യവും വേദനിക്കുമ്പോഴും ഓർക്കുക, ദൈവം എന്നോടൊപ്പം ആ വേദനയിൽ പങ്കുചേരുന്നവനാണ്, അവനും എന്നോടൊപ്പം വേദനിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിന്റെ കണ്ണുനീര് ഞാൻ എൻ്റെ ട്രിപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ എൻ്റെ ട്രിപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കണ്ണുനീര് കാണുന്നവൻ എൻ്റെ മേൽ കരുണ തോന്നുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്, മാർത്തായുടെയും മറിയത്തിൻ്റെയും സഹോദരനായ ലാസർ മരിച്ചിരിക്കുകയാണ്. അവൻ മരിച്ച് 4 ദിവസമായിട്ട് അവൻ കല്ലറയിലാണ്. തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈശോ ലാസറിനെയും മറിയത്തെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. ഈശോ ലാസറിനെയും മറിയത്തെയും മാർത്തായെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. അവർ തമ്മിൽ നല്ല അടുത്ത ബന്ധം, സ്നേഹബന്ധമുണ്ടായിരുന്നുവെന്ന്. ആ ബന്ധത്തിൽ ഈശോ നിന്നപ്പോൾ, ആ ബന്ധത്തിൽ ഈശോ ആയിരുന്നപ്പോൾ 4 ദിവസമായി ലാസർ കല്ലറയിലാണ്. മാർത്തായും മറിയവും തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, വിലപിച്ചുകൊണ്ടിരുന്നു. അവരുടെ ദുഃഖം കണ്ടപ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈശോ അവർക്ക് വേണ്ടി അവരോടൊപ്പം കരയുന്ന രംഗമാണ്. തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈശോ കരഞ്ഞുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനും ദൈവവുമായിട്ട് അടുത്ത ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ, എപ്രകാരമാണോ ഈശോ ലാസറിനെയും മറിയത്തെയും മാർത്തായെ സ്നേഹിച്ചത്, ആ കുടുംബവുമായിട്ട് എപ്രകാരമാണോ ഈശോയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നത്, അതുപോലെ എനിക്കും ഇന്ന് ആ യേശുവിനോട്, ആ ദൈവത്തോട് അടുത്ത ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ എൻ്റെ കരച്ചിലിൽ ദൈവം എന്നോടൊത്ത് കരയും. കാരണം ദൈവം കാരുണ്യവാനാണ്, കണ്ണുനീർ തുടയ്ക്കുന്നവനാണ് ദൈവം. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ, കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ വേദന കണ്ട് വേദനിച്ച വേറോനിക്ക എന്ന സ്ത്രീ, അവൾ ഈശോയുടെ കണ്ണുനീര് ഒപ്പുകയാണ്. അവൻ്റെ മുഖം അവൾ തുടയ്ക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ വേദന കണ്ട ഈശോ, അവളുടെ ഹൃദയ വികാരം തിരിച്ചറിഞ്ഞ ഈശോ, അവളുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിയ ഈശോ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവൾക്ക് സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ട് അവൾ ഈശോയുടെ മുഖം തുടച്ച ആ തുണിയിൽ സ്വന്തം മുഖം അവൻ പതിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും യേശുവിനുമായിട്ട്, ദൈവവുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയം നീറുമ്പോൾ, എൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ, പ്രിയ സഹോദരൻ ഓർക്കുക, ഈശോയും എന്നോടൊപ്പം വേദനിക്കും. എൻ്റെ വേദനയിൽ അവനും കരയും, എൻ്റെ വേദന അവനും മനസ്സിലാക്കും. അവൻ തീർച്ചയായിട്ടും അവിടെ ഇടപെടും. നായിലെ വിധവയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, ആ വിധവയുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശു അനുകമ്പ തോന്നിയിട്ടുണ്ട്, ആ മരിച്ചവൻ ഉയർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇതുപോലെ കരയുന്നുണ്ട്. നമ്മുടെ വേദനയിൽ ദൈവം ഇതുപോലെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ കരുണയുടെ ഫലമായി എൻ്റെ ജീവിതത്തിൽ അനുജനങ്ങൾ കടന്നു വരുന്നില്ല? അതിന് ദൈവമല്ല പ്രിയ സഹോദരങ്ങൾ ഉത്തരവാദി, നമ്മൾ ഓരോരുത്തരുമാണ്. അടുത്ത വാക്യം പറയാണ്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം. ദൈവം കൃപാനിധിയാണ്. കൃപകളുടെ ഭണ്ഡാരം കർത്താവിൻ്റെ പക്കലുണ്ട്. കൃപകളുടെ ഭണ്ഡാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഫിലിപ്പിയർ എഴുതിയ ലേഖനം
4-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസിനെ എഴുതിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പൗലോസിനെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ തക്കമുള്ള കൃപാനിധിയാണ് പിതാവായ ദൈവം. പുത്രനായ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും പിതാവായ ദൈവം തരും. അതുകൊണ്ടാണ് ലാസർ മരിച്ച അവസരത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള നിധി ആ ദൈവത്തിന് വചലുണ്ട്. എങ്കിലും ഈ നിൽക്കുന്ന ജനം വിശ്വസിച്ചതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ ചോദിച്ച് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി മേടിച്ചു തരും. പക്ഷെ അത്യാവശ്യം ആ ഈശോയുമായിട്ട് എനിക്ക് അടുത്ത ഒരു സ്നേഹബന്ധം, ഒരു ഗാഠബന്ധം നമ്മുടെ ഉണ്ടാകണം. കൃപാനിധിയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? കടബാധിതകൾ എന്നെ ഞെരുട്ടുന്നുണ്ടോ? വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ടോ? സഹോദരങ്ങളെ, കർത്താവിലേക്ക് എഴുതുക, ആ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോട് അടുക്കുക. എന്നാൽ ആ കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്നും അവിടെ നമ്മളിലേക്ക് കൃപകൾ വർഷിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഉടുപ്പുഴ ധ്യാനത്തിലേക്ക് കടന്നു വന്നു. കടബാധിതയാൽ നിറഞ്ഞൊരു വ്യക്തി, ഏത് ബിസിനസ് ചെയ്തിട്ടും പൊളിഞ്ഞുപോയി. അവസാനം സ്വന്തം പറമ്പ് വിറ്റ് കടബാധിത വീട്ടാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ സാധിച്ചിരുന്നില്ല. കാരണം ആരും ആ സ്ഥലം മേടിക്കുവാൻ വേണ്ടി അങ്ങോട്ട് കടന്നു വരുന്നില്ലായിരുന്നു. അങ്ങനെ നിരാശയിൽ അവനോട് ധ്യാനകേന്ദ്രത്തിൽ വന്നു. ധ്യാനാവസരത്തിൽ ദൈവം അവനോട് കൊടുത്തൊരു സന്ദേശം, നിന്റെ കടബാധിത ദൈവം ഏറ്റെടുത്തോളും മോനെ. നിങ്ങളുടെ അത്യാവശ്യം അനുദപിച്ച് പശ്ചാത്തപിച്ച് ദൈവമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരിക. പ്രിയ സഹോദരങ്ങളെ, ഇവൻ തിരിച്ച് വീട്ടിൽ ചെന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആരോ ഇവൻ്റെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നു. അത്ര നാളും ആരും മേടിച്ചതിരുന്ന സ്ഥലം അവൻ്റെ സ്ഥലം മേടിക്കാൻ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ വിൽപ്പന നടന്നു. ആ പൈസ ബാങ്കിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് അവൻ ബാങ്കിലേക്ക് ചെന്നപ്പോൾ അവനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. അവൻ്റെ അക്കൗണ്ടിൽ അവൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ വന്നു കിടപ്പുണ്ട്. ആരിട്ടു, എവിടെ നിന്ന് വന്നു എന്ന് അവൻ അറിയുന്നില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇതുപോലൊരു സംഭവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 2 ആഴ്ച ശേഷം ഇതേ വ്യക്തി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛൻ, ഞാൻ കണ്ടുപിടിച്ചു ആരാണ് ആ പൈസ ഇട്ടത്. അതിനുശേഷം അവൻ പറയാണ്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു വ്യക്തി, ഇന്ന് അവൻ അച്ഛനാണ്. കുറച്ച് നാൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഇതുപോലെ എനിക്ക് കടബാധ്യതയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ അവസരത്തിൽ അവൻ പറഞ്ഞിരുന്നു, എടാ, എന്നെ സാധിച്ചാൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, അവൻ്റെ ഈ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവൻ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ഉപയോഗിച്ച് ആരെങ്കിലും സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഈ വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ മുഴുവൻ നിക്ഷേപിച്ചെന്ന്. പ്രിയ സഹോദരങ്ങളെ, ചിന്തിക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ കൃപയുടെ ഭണ്ഡാരം, സമ്പത്തിൻ്റെ ഭണ്ഡാരമുണ്ട്. അവൻ അതിനകത്ത് ഇടപെടാനായിട്ട് സാധിക്കും. വേറൊരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഇതുപോലെ കടബാധിത ഞെരിഞ്ഞ ഒരു പ്രായമായ അപ്പച്ചനാണ്. ധ്യാനാവസ്ഥയിൽ അവൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ കടബാധിത ഏറ്റെടുക്കണമേ. പിറ്റേ മാസം രാത്രി ആരാധനയിൽ ആ സഹോദരൻ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, 1.5 ആഴ്ച കഷ്ടിച്ചായി. ആ സമയത്തേക്കും എനിക്ക് ബാങ്കിൽ നിന്ന് എഴുത്ത് വന്നു. സന്തോഷത്തോടെ ഒരു വാർത്തയായിരുന്നു, എൻ്റെ കടബാധ്യത ഗവൺമെൻറ് തള്ളിക്കളഞ്ഞുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കും. കാരണം ദൈവം കൃപാനിധിയാണ്. എത്ര വലിയ രോഗി ഞാനാണെങ്കിലും അതിന് സൗഖ്യം നൽകുവാൻ ദൈവത്തിന് സാധിക്കും. 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ക്യാൻസർ വന്ന് ഗർഭപാത്രം മുറിഞ്ഞു പോയവളായിരുന്നു. അവളുടെ ജീവിത പങ്കാളിയാണെങ്കിൽ ഒരു തികഞ്ഞ മദ്യപാനി. എങ്ങനെയോ ഇവർ രണ്ടും കൂടി ധ്യാനത്തിന് വേണ്ടി ധ്യാനത്തിന് കൂട്ടുപുഴയിലേക്ക് കടന്നു വന്നു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അവൻ ധ്യാനത്തിൽ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ മദ്യട്രിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അവൻ ധ്യാനം കൂടാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ച് അവനെ ധ്യാനത്തിലിരുത്തി. ഈ സഹോദരി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അതേസമയം ഇവൾ ധ്യാനത്തിലായിരുന്ന സമയത്ത് ഇവളുടെ ഇടപെടലിലുള്ള ജനങ്ങൾ പിരിവിട്ട് ഇവിടെ ഓപ്പറേഷൻ ഇടുവാൻ വേണ്ടി, തിരുവനന്തപുരം RCCയിൽ ഓപ്പറേഷൻ ഇടുവാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കിയിരുന്നു. ധ്യാനാവസരത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പല വ്യക്തികളിലൂടെയും ദൈവം
സന്ദേശം കൊടുത്തു അവൾക്ക് ക്യാൻസർ ഇല്ല എന്ന്. ധ്യാനം കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിൽ ചെന്നു. ഇടപാട്ടുകാരുടെ പിരിച്ച പൈസയും കൊണ്ട് ഇടവര വിചാരിച്ചൻ ഒരു വ്യക്തിയെ ഇവളുടെ പറഞ്ഞു വിട്ടു. ഇവളും ഇവിടെ കെട്ടിയവനും ഈ ഇടവരയിൽ നിന്നൊരു പ്രതിനിധിയുമായിട്ട് തിരുവനന്തപുരം RCCയിൽ ഓപ്പറേഷൻ വേണ്ടി ചെന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് ഈ സഹോദരി പറയാണ്, മോളെ നിനക്ക് ക്യാൻസർ ഇപ്പോൾ ഇല്ല, ക്യാൻസർ ഉള്ളതിന് ഗർഭപാത്രം ഇപ്പോൾ കാണുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, 4 മാസത്തിന് ശേഷം വീണ്ടും ഈ സഹോദരിനെ തിരുവനന്തപുരം RCCയിൽ നിന്ന് ഡോക്ടേഴ്സ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി വീണ്ടും ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി നിന്നിട്ട് മരുന്നിൻ്റെയും ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല, കാരണം നിന്നിട്ട് ക്യാൻസർ എന്ന രോഗം ഇല്ല. പ്രിയ സഹോദരങ്ങളെ, ഇതിനുശേഷം ഇപ്പോൾ 4 വർഷത്തോളമായി ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവൾ ഓടി നടന്ന് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. നിന്റെ രോഗം എത്ര വലുതാണെങ്കിലും ദൈവത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. അടുത്ത വാക്യം പറയാണ്, കോപിക്കുന്നതിൽ വിമുക്തൻ, എടുത്തുചാട്ടം ദൈവത്തിലില്ല. അടുത്ത വാക്യം പറയാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും ദൈവം അത്യുദാരൻ. എന്താണ് ഈ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനുള്ളൊരു കഴിവാണ് യഥാർത്ഥ സ്നേഹം. സക്കേവൂസ് ആയിരുന്ന അവസ്ഥയിൽ അവൻ പണക്കാരനായിരുന്നു, പക്ഷെ കള്ളം മുതൽ അവരിലുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഈശോ സ്നേഹിച്ചു. ഞാനിന്ന് ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവം എന്നെ സ്നേഹിക്കും. ഇനി എനിക്ക് ആവശ്യം സക്കേവൂസിനെ പോലെ തിരുത്തുക, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. എന്താണ് ഈ വിശ്വസ്തത? വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്ന സ്വഭാവം. ദൈവം പറഞ്ഞാൽ അവൻ അത് ചെയ്യും. ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ജനത്തെ ഈജിപ്ത് അടിമത്തത്തിൽ മോചിപ്പിക്കും, അതിനുവേണ്ടി എന്തും ദൈവം ചെയ്യുവാൻ തയ്യാറായി. പറഞ്ഞാൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോരും, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ബിന്ദു പോലും അത് പൂർത്തിയാക്കാതെ കടന്നു പോവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, ദൈവം വീണ്ടും മോശയോട് പറയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കണ്ണു കാണിക്കും, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറകൾ ശിക്ഷിക്കും. മോശയ്ക്കറിയാം അവൻ ചെയ്ത തെറ്റ്. ദൈവം തന്ന നിയമങ്ങൾ, കൽപ്പനകൾ അവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് മോശ കർത്താവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് പറയാണ്, ദൈവമേ എന്നെ ശിക്ഷിക്കരുത്. തെറ്റ് ബോധ്യപ്പെട്ടവൾ പറയാണ്, ദൈവമേ എന്നെ ശിക്ഷിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം കാരുണ്യവാനാണ്, കൃപാനിധിയാണ്, സ്നേഹത്തിലും വിശ്വാസം അത്യുദാരനാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്താൽ, തെറ്റുമൂലം പാപം മൂലം ദൈവത്തിൽ അകന്ന് ജീവിച്ചാൽ ഒരിക്കലും ആ സ്നേഹമാകട്ടെ, ആ കരുണയാകട്ടെ, ആ അനുകമ്പയാകട്ടെ നമുക്ക് അനുഭവിക്കുവാനായി സാധിച്ചതില്ല. ആ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുകമ്പയും അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർത്ത് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, മോശയിലൂടെ നീ നിന്റെ തനി സ്വഭാവം, ആരുടെ മേലാണ് നീ നിന്റെ കരുണ വർഷിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. നാഥ, നിന്നോട് സ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, സ്നേഹത്തിൽ നിന്നോട് ഒന്നായി നിന്നുകൊണ്ട് നിന്റെ കരുണയും അനുകമ്പയും ദയയും അനുഭവിക്കുവാൻ, അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ, നിന്റെ കൃപകൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾ നൽകുമാറാണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിന്റെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ,
നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. കേൾക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. കേൾക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ദൈവഭക്തി, വേഗത, കൃത്യത എന്നിവയെ 76-ാം വയസ്സിലും തന്റെ ജീവിത വിജയത്തിന്റെ സമവാക്യമായി എടുത്ത പ്രൊഫസർ PC തോമസിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. സഫലമീ ജീവിതം. ഇന്ന് രാത്രി 9 മണിക്ക്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവം നിന്നോടുകൂടെ എന്ന അഭിവാദനം ദൈവദൂതനോടൊപ്പം ഞങ്ങളും ഏറ്റുചൊല്ലുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം കൂടെ